ഹായ്, എൻ്റെ പേര് ഫാത്തിമ. ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഇപ്പോൾ ഇഗ്നോയിൽ MBA ചെയ്യുന്നു. MBA ഫസ്റ്റ് സെമ്മിലാണുള്ളത്. ലേൺ വൈസിലാണ് ട്യൂഷന് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. ലേൺ വൈസിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ജേണി പറയാനാണെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് എടുത്ത ഒരു സബ്ജക്റ്റാണ് ഈ MBA എന്ന് പറയുന്നത്. ഞാൻ MBAയിൽ സ്പെഷ്യലൈസേഷൻ HR ആണ്. അതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനാണെങ്കിൽ ഞാൻ 10th കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു മൈൻഡിലുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടീച്ചർ ആവണം, ഇംഗ്ലീഷ് സബ്ജക്ട് എടുക്കുന്ന ഒരു ടീച്ചർ ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താണെന്നറിയില്ല, ഞാൻ 11th ചൂസ് ചെയ്തത് കൊമേഴ്സ് ആയിരുന്നു. അതും എനിക്ക് വലിയ ധാരണയില്ലാണ്ട് എടുത്തതാണ്. എൻ്റെ ഫ്രണ്ട്സും പിന്നെ ഒരുമിച്ചുള്ള ആൾക്കാരൊക്കെ കൊമേഴ്സ് എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും കൊമേഴ്സ് അങ്ങനെ എടുത്തു. എന്നോട് ആരൊക്കെ എനിക്ക് മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് തീരെ ഇഷ്ടമല്ല, എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് എന്നോട് ആരൊക്കെ പറഞ്ഞു സയൻസ് എടുത്തു കഴിഞ്ഞാൽ മാത്സ് ഉണ്ടാവും, കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മാത്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒറ്റൊരു കാര്യം കൊണ്ടാണ് ഞാൻ കൊമേഴ്സ് ചൂസ് ചെയ്തത്. പക്ഷെങ്കിൽ അത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത് ആ കൊമേഴ്സ് എടുക്കാൻ പറ്റിയത്. കാരണം വെച്ചാൽ കൊമേഴ്സ് എടുത്ത് ഞാൻ 11th ക്ലാസ്സിലോട്ടേക്ക് കയറി. ഇപ്പോഴാണ് എനിക്ക് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ അതിനെപ്പറ്റി കേൾക്കുന്നത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഒക്കെ ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് അതിനോട് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നി. ലൈക്ക് എനിക്ക് ക്ലാസ് പെട്ടെന്ന് മനസ്സിലാവുന്നു, അതിലെനിക്ക് കൂടുതൽ പഠിക്കാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ, പിന്നെ കൂടുതൽ പഠിക്കണം അങ്ങനെയുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് ഫസ്റ്റ് വന്നത്. അപ്പൊ ഞാനിങ്ങനെ പിന്നെ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 12th കഴിഞ്ഞാൽ BBA എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ബിസിനസിനെ പറ്റി പഠിക്കാം, പിന്നെ അത് കഴിഞ്ഞ് MBA എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ പഠിക്കാം. ആ ഒരു ചെറിയ പ്രായത്തിൽ എനിക്ക് ഇത്രയോ ഇതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ 11th 12th അത്യാവശ്യം നല്ല ബിസിനസ് സ്റ്റഡീസിൽ അത്യാവശ്യം നല്ല മാർക്കോടെ തന്നെ പാസ്സായി. ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ഞാൻ BBA ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയാം, BBA ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ ആയ സമയത്ത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടായി. പിന്നെ അതങ്ങ് ക്ലാസ്സിൽ പോകാൻ പറ്റാണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഡ്രോപ്പ് ചെയ്ത് ഞാൻ NTTC ചൂസ് ചെയ്തു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഓക്കെ ആയ സമയത്ത് ഞാൻ NTTC എടുത്തു, അതായത് നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. അത് 1 year കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഞാൻ പഠിച്ച കോളേജിന്റെ തന്നെ സ്കൂൾ ഉണ്ടായിരുന്നു, ഒരു CBSE സ്കൂൾ 7th സ്റ്റാൻഡേർഡ് വരെ ഉള്ളത്. അപ്പോൾ ഞാൻ അവിടെ KG സെക്ഷനിൽ പിന്നെ 1 year വർക്ക് ചെയ്തു. പഠിച്ച് പിറ്റേ വർഷം തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. 1 year വർക്ക് ചെയ്ത സമയത്തായിരുന്നു എൻ്റെ മാരേജ്. അങ്ങനെ മാരേജ് ആ ഒരു ക്ലാസ് എടുക്കുന്ന, അതായത് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇഗ്നോയിൽ ഡിഗ്രിക്ക് വേണ്ടി ഒന്നുകൂടെ ജോയിൻ ചെയ്തു. അതിനു മുമ്പ് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു BBA ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ചെയ്തിട്ട് ഇഗ്നോയിൽ BA ഇംഗ്ലീഷിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു. അങ്ങനെ 3 വർഷം എക്സാം എഴുതി 3rd ഇയർ കഴിഞ്ഞു. 2023 ഞാൻ പാസ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു മോനുണ്ടായി. മോനിപ്പോൾ 2.5 വയസ്സായി. ഇപ്പൊ ഞാൻ ഈ ഒരു വർഷം, ഇതിനു മുമ്പേ എനിക്ക് MBA ചെയ്യണം, പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു MBA കുറെ പഠിക്കാനുണ്ട്, ഇനി മോനൊക്കെ ആയി, ഇനി എനിക്ക് പറ്റൂല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സ് എടുക്കാം, ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതായിരുന്നു എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടി ജോയിൻ ചെയ്തു. പക്ഷേങ്കിൽ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അന്വേഷിച്ച് നോക്കി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ എൻ്റെ ലക്കായിരിക്കും, എനിക്ക് എവിടെയും എന്താ പറയാ അഡ്മിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല ഓരോ കാരണങ്ങൾ കൊണ്ട്. പിന്നെ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പോയി പഠിക്കുക എന്ന് പറയുന്നത്, നാട്ടിൽ പോയി പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ അഡ്മിഷൻ എടുത്തില്ല. അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് ഈ ഒരു ജൂണിലല്ല, എനിക്ക് തോന്നുന്നു മെയ് ആയപ്പോ ഞാൻ ലാസ്റ്റ് വിചാരിച്ചു മതി, കുഴപ്പമില്ല, ഞാൻ എങ്ങനെയാലും MBA പഠിക്കും, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ MBA ഞാൻ എങ്ങനെയാലും പഠിക്കും എന്നുള്ള ഒറ്റ മൈൻഡിൽ അങ്ങനെ ഇഗ്നോയിൽ രജിസ്ട്രേഷൻ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എവിടെ ട്യൂഷന് വേണ്ടി ചേരും, ഇതായിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. എങ്ങനെ ട്യൂഷന് വേണ്ടി ചേരും, എവിടെ ചേരും, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പഠിപ്പിക്കുന്ന ഏത് ട്യൂഷൻ സെന്ററാണ് ഉള്ളത്, അതിങ്ങനെ അന്വേഷിച്ച് എനിക്ക് യൂട്യൂബിൽ നിന്നാണ് ലേൺ വൈസിനെ പറ്റിയിട്ട് ഫസ്റ്റ് ആയിട്ട് കിട്ടിയത്. അങ്ങനെ ഞാൻ അവരോട് അന്വേഷിച്ചപ്പോൾ, ലൈക്ക് അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അതൊരു അട്രാക്ഷൻ തോന്നി. ലൈക്ക് നല്ല രീതിക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചു മതി, ഇനി കുഴപ്പമില്ല, ലേൺ വൈസിൽ തന്നെ അഡ്മിഷൻ എടുക്കാന്ന്. അങ്ങനെ ലേൺ വൈസിൽ തന്നെ അഡ്മിഷൻ എടുത്തു. ഇഗ്നോയിൽ MBAക്ക് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തു. ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ഒരു ബിഗ് ബ്ലെസ്സിങ് ആണ്, ബിഗ് ലക്കാണ് ലൈക്ക് ലേൺ വൈസിൽ പഠിക്കാൻ തോന്നുന്നതും ഇഗ്നോയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ തോന്നിയതും. ഇപ്പൊ എൻ്റെ ഫസ്റ്റ് സെമ്മിൽ എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഈ ഒരു സമയം വരെ പറയാം നല്ല സപ്പോർട്ടാണ് ലേൺ വൈസ് ടീമിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്. അതായത് എക്സ്ട്രീംലി അടിപൊളി സപ്പോർട്ടാണ് കിട്ടുന്നത്.
ഇപ്പോൾ ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെന്റർ ആയിക്കോട്ടെ. മെന്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രീക്വന്റ്ലി നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിയുന്നുണ്ട്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോ ഫസ്റ്റ് സെമ്മിൽ എക്സാം എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ലേൺ വൈസ് എടുത്തതൊരു നല്ലൊരു റൈറ്റ് ഡിസിഷൻ ആയിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്.